രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഞാൻ വന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഞാൻ പ്രവർത്തിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. അമ്മേ ശരണം, ദേവി ശരണം, ശക്തി ശരണം. ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ നടക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാത്തിരുന്ന ചില നിമിഷങ്ങളുണ്ടാവും നമുക്ക് ജീവിതത്തിൽ. അപ്പോൾ പഞ്ചജന്യം ഇതിൻ്റെ സംഘാടകർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ പത്മഭൂഷൺ നമ്മുടെ സർക്കാർ അദ്ദേഹത്തിൻ്റെ വേണ്ടി സമർപ്പിച്ച പത്മഭൂഷൺ അവാർഡ്, അതിൻ്റെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയെ ആദരിക്കാൻ ദേവൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഒരു യോഗ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞാൻ എന്നെയാണ് ആദരിച്ച പോലെ എനിക്ക് തോന്നുന്നു. അത് വലിയൊരു മുഹൂർത്തമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്ക് ഇത് വാസ്തവത്തിൽ എന്നെ ആദരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ എൻ്റെ പ്രസംഗം വാക്കുകൾ കൂട്ടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൻ്റെ അവസാനത്തിൽ പറയേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പത്മഭൂഷൺ എന്ന അവാർഡ് അദ്ദേഹത്തിന് അനൗൺസ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവർക്കും അറിയാം, അത് ഭയങ്കരമായ ഒരു കോളിളക്കം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് എന്ത് അർഹതയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ ചില കമൻസുകളും പ്രകടനങ്ങളും പിന്നെ ചാനലുകളുടെ ചർച്ചകളിലൊക്കെ ഇത് വളരെ കാര്യമായിട്ട് വന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താ ഇത്രയധികം ഒരു പ്രതിഷേധം. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു മലയാളിക്ക്, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായത്തിനെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ഒരു മഹാനായ സംഘാടകനെ ഒരു കേന്ദ്ര സർക്കാർ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കൊടുത്ത ഒരു അവാർഡിന് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത് വാസ്തവത്തിൽ. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് വേറെ വിഷയമാണ്. അതിൻ്റെതായ രീതിയിൽ എടുക്കാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് തോന്നി. എങ്ങനെ കാണും എന്നറിയില്ല. അങ്ങനെയാണ് വളരെ അപ്രതീക്ഷിതമായി ഇതൊരു നിമിത്തമായി ഞാൻ കാണുകയാണ്. അങ്ങനെയാണ് വിനോദ് കുമാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം എല്ലാം കൊണ്ട് യോഗ്യനാണ്, 100% യോഗ്യനാണ് ഈ പത്മഭൂഷൺ അവാർഡിന്. അതിനൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് ഞാൻ പറയാ. അതായത് അപ്രിയ സത്യങ്ങൾ, നമുക്കറിയാം, കുറെ അപ്രിയ സത്യങ്ങൾ സമൂഹത്തിന് വേണ്ടി വിളിച്ചു പറയുന്നൊരു നാവാണ് അദ്ദേഹത്തിന്റെ. ആ നാവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹിന്ദു സമൂഹത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അടച്ചിട്ട മുറികളിലും AC മുറികളൊക്കെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന കുറെ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് പല ഘോരം മറ്റുള്ള ആൾക്കാരെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്.
ആരും ധൈര്യപ്പെടുന്നില്ല ഇതൊന്ന് വിളിച്ചു പറയാൻ. ആ അപ്രിയ സത്യം വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ളൊരു നാവാണ്. അതൊരു പുരുഷന്റെ നാടാണ് എന്നെനിക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കാരണന്മാരൊക്കെ എൻ്റെ തറവാട്ടിലേക്ക് ഗുരു വന്നിട്ടുള്ള ഒരു തറവാടാണ് എൻ്റെ തറവാട്. അവിടെ ഇപ്പോഴും ആ ഒരു ഭജനമഠമുണ്ട്, ഗുരു വന്ന് ഇരുന്ന സ്ഥലമുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആ ഗുരുദേവനെ ആരാധിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളിവിടെയൊക്കെ. മാത്രമല്ല, ചെറിയ വയസ്സിൽ തന്നെ, എൻ്റെ ബാല്യകാലത്ത് തന്നെ അമ്മയിൽ നിന്നാണ് എനിക്ക് ഗുരുവിനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ അന്നൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ലെങ്കിലും അമ്മ പറഞ്ഞറിഞ്ഞിട്ടുള്ള ഒരുപാട് 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 സത്യങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു ഗുരുവാണിത്. അദ്ദേഹം അന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം, വർഷങ്ങൾക്ക് ശേഷം, അല്പം വിവരവും കാര്യങ്ങളൊക്കെ, ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. 8ാം ക്ലാസ് മുതൽ വായിക്കുന്ന ആളായതുകൊണ്ട് പല ബുക്സുകളും വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നി അത് പ്രായോഗികമാണോ എന്ന് തോന്നി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന സാധനം പ്രായോഗികമാണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ഗുരു ഇതിൻ്റെ ഏതോ ഒരു പുസ്തകത്തിൽ, എനിക്ക് തോന്നുന്നത് ഗുരു ആ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം കുറച്ചും കൂടി വിശദീകരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എനിക്ക് തോന്നുന്നത് അതാണ് നമ്മൾ മുദ്രാവാക്യമായിട്ട് എടുക്കേണ്ടത്. മതങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, മതങ്ങളൊക്കെ വേണം എന്ന് ആണ് ഗുരു പറയുന്നത്. പക്ഷെ ഏത് മതമായാലും നമ്മൾ മനുഷ്യരാവണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതുണ്ട്. കാരണം ഞാൻ ഇവിടെ ഇന്നലെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഒരു 8-8:30 മണിക്കാണ് ഇവിടെ വന്നിറങ്ങിയത്. അപ്പം എന്നെ വിനോദ് കുമാറും ഇതിൻ്റെ സംഘാടകരും എന്നെ സ്വീകരിച്ച് ഇങ്ങനെ നടത്തി. അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അവർ ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ കാണിച്ചു. അങ്ങനെ തന്നെ ക്ഷേത്രത്തിന് മുമ്പിൽ പോയി. അപ്പോൾ അത് നട അടച്ചിരിക്കുകയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് നല്ലൊരു സന്ദർഭത്തിൽ, നല്ലൊരു സമയത്ത് അത് ഞാൻ അനൗൺസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കർക്കിടകം കഴിയട്ടെ, ഈ ചിങ്ങമാസത്തിൽ ചെയ്യാം എന്നുള്ള എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് വന്ന സമയത്താണ്. ഇവിടെ വന്നു, അമ്മയെ കണ്ടു, പ്രാർത്ഥിച്ചു, റൂമിൽ പോയി ആഹാരം കഴിച്ചു. ഭയങ്കരമായ ഒരു അസ്വസ്ഥമായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്തിനാ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇത്രയും മഹനീയമായ ഒരു സാന്നിധ്യത്തിൽ, ഇത്രയും മഹനീയമായ ഒരു വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ, ഇത്രയും ശക്തരായി നിൽക്കുന്ന ഈ സദസ്സിന്റെ സാന്നിധ്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഏതോ ഒരു ചൈതന്യം ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു, ഇതാണ് വേദി, ഇതാണ് വേദി. ഇവിടെ ഇപ്പോൾ വലിയ ചാനലുകളൊന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ ഇവിടെ ജനം TV ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, 2004 ഞാൻ എൻ്റെ ഒരു സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ, എന്നെപ്പറ്റി, എൻ്റെ മേൽവിലാസത്തെ പറ്റി പറഞ്ഞപ്പോൾ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് ഈ ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞത്. ഇപ്പം ഞാൻ ഏത് വേദിയിൽ പോകുമ്പോഴും ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാൻ BJPയുടെ
സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്താറ്. ഇവിടെ അത് ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ അതും ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി. ഒരു മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒറ്റയ്ക്ക് നടന്ന് വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. പണ്ടൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ രാഷ്ട്രീയങ്ങൾ ശരിയല്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ വെളിച്ചത്തിൽ ഞാൻ 2004 എൻ്റെതായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു. 2004 കേരള പീപ്പിൾസ് പാർട്ടി. അത് ഗുരുവിന്റെ ദർശനങ്ങൾ, വേറെ ഒന്നും വേണ്ട നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഗുരുവിന്റെ ദർശനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മാത്രം മതി അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ നമ്മൾക്ക് തേടി നടക്കേണ്ട ആവശ്യമില്ല. ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിന്റെ മണമറിയുന്ന, മലയാളത്തിന്റെ വികാരമറിയുന്ന, മലയാളത്തിന്റെ ആവശ്യമറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വേണം എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ 2004 ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. എല്ലാ പത്രക്കാരും കൂടി എന്നോട് പറഞ്ഞു, വട്ടാണല്ലേ, ഭ്രാന്താണല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അതായത് 75 മാധ്യമപ്രവർത്തകന്മാരുണ്ടായ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിലാണ് ഞാൻ ഇത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ തമിഴും തെലുങ്കും ഒക്കെ അഭിനയിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് എല്ലാ ചാനലുകാരും, ഒരു സിനിമാ നടൻ കേരളത്തിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഗ്ലാമർ. അപ്പൊ എൻ്റെ അടുത്ത് ഈ മാധ്യമപ്രവർത്തകന്മാരൊക്കെ ചോദിച്ചു, ഇവിടെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു പ്രാധാന്യമുള്ള സ്ഥലത്തൊക്കെ നടക്കും. ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ച കേരളത്തില്, അതും UDF-ഉം LDF-ഉം ഒക്കെ ഉള്ള ഒരു കേരളത്തില് മറ്റൊരു പാർട്ടിക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ സ്പേസ് ഉള്ളതായിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. കഴിഞ്ഞ വർഷങ്ങളിലെ ഇതിന്റെ ഇലക്ഷൻ വോട്ടിംഗ് പാസിന്റെ പാറ്റേണുകൾ ഞാൻ എണ്ണി പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചു. ദർ ഈസ് എ സ്പേസ്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നീട് അത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതനുസരിച്ചിട്ടിരിക്കും ജനങ്ങളെ എന്നോട് കൂടാനായിട്ട്. അന്ന് മലയാള മനോരമയുടെ രഞ്ജി കുര്യാക്കോസ് എന്നോട് ചോദിച്ചു, വട്ടാണല്ലേ, സമയമായല്ലോ, വേഗം നിർത്തൂ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇന്ന് എന്റെ പറഞ്ഞു വെച്ചാൽ, നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയാൽ ലക്ഷം പിന്നാലെ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും ഓടി വരും. ഇവിടെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാല് ഒഴുക്കും എന്നുള്ളൊരു ധാരണയിലാണോ നിങ്ങൾ വന്നതെന്ന് എന്നെ ചോദിച്ചു. എല്ലാവരും കളിയാക്കണം, ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്ത് 70 പേരും. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊളിറ്റിക്കൽ ആസ്പിറേഷനാണ്, എൻ്റെ പൊളിറ്റിക്കൽ ഇതിന് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടാൻ എനിക്ക് 20 വർഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇന്നും നാളെയല്ല, ഈ വരുന്ന 20 വർഷങ്ങൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കുമെന്നുള്ള വിധത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്ന് 2004 ഒരു പൊളിറ്റിക്കൽ, ഞാനൊരു ഇലക്ഷൻ നിന്നു, 2006 നിന്നു, രണ്ടും തോറ്റു. അങ്ങനെ പോയി അവസാനം 2021 അമിത്ഷാ ജി ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിപ്പിച്ചു. അത് 2021 അതിനുശേഷം 2021 നടന്ന അസംബ്ലി ഇലക്ഷനിലും 2024 നടന്ന പാർലമെന്റ് ഇലക്ഷനിലും വളരെ സജീവമായിട്ട് BJPക്ക് വേണ്ടി ശരിക്കും അഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് 2024 കേരളത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഞാൻ വന്നു, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഞാൻ പ്രവർത്തിച്ചു. ഇതിൻ്റെ ഒക്കെ അത്രയും വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണക്കുകളുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നു. അങ്ങനെ 2004
കഴിഞ്ഞു. 2006 അസംബ്ലി ഇലക്ഷൻ. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് വേറെ വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എൻ്റെ സമയമില്ലാത്തതുകൊണ്ട്. ആ സമയത്ത് കൂടി എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ ഇവിടെ ആകാംക്ഷാപൂർവ്വം നിങ്ങളോട് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് ഇതിനെപ്പറ്റി ഞാൻ പറയാം. കാരണം എൻ്റെ ലൈൻ, ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എൻ്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തു. അത് ഇന്നലെ ഞാൻ കിട്ടുന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്.